നമസ്കാരം. ഡൽഹിയിൽ കാർ സ്ഫോടനം നടത്തി ചാവേർ ആക്രമണം നടത്തിയ തീവ്രവാദ കൂട്ടങ്ങൾ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഇന്ത്യൻ സുരക്ഷാ സേന ശരിക്കും തെരച്ചിൽ നടത്തുകയായിരുന്നു. എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനകൾ അവർക്ക് ലഭിച്ചിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് പാകിസ്ഥാനിൽ നിന്നും ഡ്രോൺ വഴി ആയുധങ്ങളും മാരകമായ വിഷവസ്തുക്കളും എത്തിച്ച സംഭവത്തിൽ ഹൈദരാബാദ് സ്വദേശിയായ ഡോക്ടർ അറസ്റ്റിലായി. ഗുജറാത്ത് ഭീകരവിരുദ്ധ സേനയുടെ പിടിയിലായ അഹമ്മദ് മൊഹിയുദ്ദീൻ സെയ്ദ് ആണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരവാദിയാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നത്. ഇയാളുടെ കയ്യിൽ നിന്നും 4 കിലോയോളം റിസൻ എന്ന ജൈവ ആയുധം പിടിച്ചെടുത്തു. അന്താരാഷ്ട്ര രാസ ജൈവ ആയുധ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷവസ്തുവാണ് റിസിൻ. ചൈനയിൽ നിന്നാണ് ഇയാൾ മെഡിക്കൽ ബിരുദം നേടിയത്. റിസിൻ ലോകത്തിലെ ഏറ്റവും അപകടകരമായ വിഷങ്ങളിലൊന്നാണ്. രുചിയില്ല, വാസനയില്ല, അതിനാൽ തന്നെ ഭക്ഷണത്തിലോ വെള്ളത്തിലോ കലർത്തിയാൽ ആരും ഇത് തിരിച്ചറിയാനും പോകുന്നില്ല. ഈ ജൈവായുധം ഏതെങ്കിലും തരത്തിൽ ശരീരത്തിൽ പ്രവേശിച്ചാൽ ഇഞ്ചിഞ്ചായി മരിക്കും. ശരീരത്തിന്റെ പ്രോട്ടീൻ നഷ്ടപ്പെട്ട് ആന്തരിക അവയവങ്ങൾ പതുക്കെ പ്രവർത്തനം നിർത്തുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ആവണക്കെണ്ണ വേർതിരിച്ചെടുത്തതിന് ശേഷം ലഭിക്കുന്ന മാലിന്യത്തിൽ നിന്നാണ് റിസിൻ ശേഖരിക്കുന്നത്. ഡോക്ടർ അഹമ്മദ് മൊഹിയുദ്ദീൻ തന്റെ മെഡിക്കൽ അറിവ് ഉപയോഗിച്ച് ഏറെ നാളായി റിസിൻ ശേഖരിക്കുകയാണ്. അതായത് ജൈവായുധം ഉപയോഗിച്ച് ഇന്ത്യയിലെ സാധാരണക്കാരായി ഇതര മതസ്ഥരെ കൊന്നു കളയാം എന്ന തീരുമാനം ഇസ്ലാമിക് സ്റ്റേറ്റിന് ഉണ്ടായിരുന്നു എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത്. ഇവർ ടെലഗ്രാം വഴി ISIS ഭീകര സംഘടനയിലെ ഹാൻഡലർമാരുമായി ബന്ധത്തിലായിരുന്നു. പാകിസ്ഥാനിൽ നിന്നുള്ള ഹാൻഡലർമാർ ഡ്രോൺ വഴി അവർക്കായി ആയുധങ്ങൾ നൽകിയിരുന്നതായും കണ്ടെത്തി. പ്രതികളിൽ നിന്ന് 3 പിസ്റ്റളുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളുടെ സഹായികളായ UP സ്വദേശികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തയ്യൽക്കാരനായ ആസാദ് സുലൈമാൻ ഷെയ്ഖ്, കോളേജ് വിദ്യാർത്ഥിയായ മുഹമ്മദ് സുഹൈൽ എന്നിവരെയാണ് പിടികൂടിയത്. അഫ്ഗാൻ സ്വദേശിയായ അബു ഖദീജയാണ് ജൈവായുധം ഡ്രോൺ വഴി എത്തിക്കാൻ സഹായിച്ചത്. ഇയാൾക്ക് ഇസ്ലാമിക് സ്റ്റേറ്റ് ഖോറസാൻ പ്രവിശ്യയുമായി ബന്ധമുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ജൈവായുധം ഉപയോഗിച്ച് ഇവർ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ISുമായി ചേർന്ന് രാജ്യത്ത് സ്ഫോടനങ്ങൾ നടത്താനും സംഘം പദ്ധതിയിട്ടിരുന്നുവെന്ന് ATS ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ സുനിൽ ജോഷി സ്ഥിരീകരിച്ചതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ഈ വിഷം ഉപയോഗിച്ച് ഡൽഹി, അഹമ്മദാബാദ്, ലഖ്നൗ എന്നിവിടങ്ങളിൽ വെള്ളത്തിലും ഭാവിയിൽ ക്ഷേത്രപ്രസാദത്തിലും ഒക്കെ കലർത്തി ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ട വിഷപ്രയോഗങ്ങളിലൊന്നും നടത്താനാണ് പദ്ധതിയിട്ടിരുന്നതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാകുന്നതെന്നാണ് ഇന്ത്യ ടുഡേയും ഇന്ത്യൻ എക്സ്പ്രസും അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പാക് ഭീകരരടക്കം പരമ്പരാഗത ബോംബാക്രമണം അടക്കമുള്ള ആക്രമണ രീതികളിൽ നിന്ന് മാറി പരോക്ഷമായ ഭീകരപ്രവർത്തനത്തിലേക്ക് ചുവടുമാറ്റം നടത്തുന്നുവെന്ന് നേരത്തെ തന്നെ ഇന്ത്യൻ ഏജൻസികൾക്ക് സൂചന ലഭിച്ചിരുന്നു. ഗുജറാത്തിൽ നിന്നും പിടികൂടിയ ഡോക്ടർ ഉൾപ്പെടെയുള്ള ഭീകരർ പൊതുജല സ്രോതസ്സുകളിലും ക്ഷേത്രങ്ങളിലെ പ്രസാദങ്ങളിലും വിഷം കലർത്താൻ പദ്ധതിയിട്ടിരുന്നതായാണ് രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നത്. ISIS ബോംബധിഷ്ഠിത കൈനറ്റിക് ഭീകരപ്രവർത്തനങ്ങളിൽ നിന്നും ജൈവ രാസ മാനസിക ഭീകരവാദത്തിലേക്ക് ചൂടുമാറ്റം നടത്തുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് നിരവധി രഹസ്യ വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. പരിഭ്രാന്തി സൃഷ്ടിക്കുക, സർക്കാരിൽ അവിശ്വാസം ഉണ്ടാക്കുക, വർഗീയ വികാരങ്ങളെ മുതലെടുക്കുക എന്നിവയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ഈ മാനസിക ഭീകരവാദത്തിന്റെ കൂടി ഭാഗമായിരിക്കാം ഇന്ത്യൻ തലസ്ഥാനത്ത് നടത്തിയ ആക്രമണം. ഭീകരതയിലേക്ക് കൃത്യമായി ജിഹാദി നെറ്റ്വർക്കിലൂടെയാണ് പ്രവേശനം കിട്ടുന്നത്. കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഇത്തരം താല്പര്യമുള്ളവരെ നോട്ടമിട്ട് സൗഹൃദം ഉപയോഗപ്പെടുത്തി വലയിലാക്കുന്നതാണ് രീതി. പിന്നെ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ടെലഗ്രാം വഴിയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് പ്രതികാരം ചെയ്യുമെന്ന് ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനകൾ പരസ്യമായി പറഞ്ഞിരുന്നു. കഴിഞ്ഞയാഴ്ച വനിതകൾക്കായി പ്രത്യേക പരിശീലനം തുടങ്ങിയപ്പോഴും ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസർ പറഞ്ഞതും ഇന്ത്യയെക്കുറിച്ച് തന്നെയാണ്. കൂടാതെ ISIS തൊട്ട് അൽ-ഖയ്ദ വരെയുള്ള ചെറുതും വലുതുമായ ഭീകര സംഘടനകളുടെ ഭീഷണിയും ഇന്ത്യക്ക് നേരെയുള്ളത് അവസാനിച്ചിട്ടില്ല. കശ്മീരിലെ സമാധാനം ഒട്ടും ഇഷ്ടപ്പെടാത്ത ലഷ്കർ-ഇ-തൊയ്ബയും തക്കം പാർത്തിരിക്കുകയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറസാനിൽ നിന്നും ഇന്ത്യ ഭീഷണി നേരിടുന്നുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പഴയതുപോലെ കരുത്തില്ലെങ്കിലും ജെയ്ഷെയും തലവൻ മസൂദ് അസറും താലോലിക്കുന്ന വലിയ സ്വപ്നം അതാണ് ഓപ്പറേഷൻ സിന്ദൂറിന് തിരിച്ചടി നൽകുക എന്നത്. ഇതിന് പ്രതികാരമായി അവർ ജൈവായുധം ഉപയോഗിക്കും, അവർ സ്ഫോടനങ്ങൾ നടത്തും, അവർ ചാവേറുകളെ ഇറക്കിവിടും. അതൊക്കെ തന്നെ ഈ സമൂഹത്തിൽ പേരും പ്രശസ്തിയും കേട്ടറിവുമുള്ള ഡോക്ടർമാരും എഞ്ചിനീയർമാരെയും പോലെയുള്ള ആളുകളായിരിക്കും. വൈറ്റ് കോളർ ടെററിസത്തിലൂടെ അവർ ഇന്ത്യയിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതിന് ഇന്ത്യ എന്തായാലും മറുപടി പറയും. ആ മറുപടി അത് അവർക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.